ബ്രഹ്മാദി ദേവന്മാർക്ക് ദുർലഭൻ, പക്ഷെ ഒരു അസുരക്കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദന് ഭഗവാൻ സുലഭൻ. എങ്ങനെ സാധിക്കുന്നു? ഉത്തരം പ്രഹ്ലാദൻ തന്നെ പറയുന്നുണ്ട്. എനിക്കറിയാം. ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭഗവാനെ, അങ്ങേക്ക് അങ്ങനെ അസുരക്കുട്ടി എന്നുള്ള വ്യത്യാസമുണ്ടോ? ദേവനാണ് അസുരനാണ് ഒന്നുമില്ല. ഇനി മനുഷ്യനാണ് മൃഗമാണെന്നുള്ള വ്യത്യാസം പോലും ഇല്ല. എന്താ കാരണം? ഗജേന്ദ്രൻ ആരാ? മഹാരാജാവോ? പണ്ട് ഇന്ദ്രദ്യുമ്നനായപ്പോൾ ഒരു കാട്ടാന, ആ ആനയുടെ നേരെ, ഒരു ജന്തുവല്ലേ അത്, അതിൻ്റെ നേരെ ഭഗവാൻ എന്ത് കാണിച്ചു? ഭക്തിയാ തുതോഷ, സന്തോഷിച്ചു. സന്തോഷിക്കാൻ കാരണം എന്താ? ഗജേന്ദ്രൻ എന്തുണ്ട്? നല്ല പഠിപ്പുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്. ഗജേന്ദ്രൻ കാണാൻ നല്ല ഒന്നുമല്ല, ഒന്നും നോക്കിയില്ല. ചിലർക്ക് അങ്ങനെയൊക്കെ ധാരണ ഉണ്ട് പൊതുവെ. ഭഗവാൻ സന്തോഷിക്കുക സൗന്ദര്യം നോക്കിയിട്ടാണ്. നല്ല വീതിയുള്ള കസവൊക്കെ കൊടുത്ത് വന്നാൽ പക്ഷെ അധികം സന്തോഷമാവും ഭഗവാൻ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. മാല കുറേ ചാർത്തിയാൽ, കുറി തൊട്ടാൽ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകം ഉണ്ട്. ഇനി പഠിപ്പുണ്ടെങ്കിൽ സന്തോഷിക്കും, ഇല്ല, അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. പഠിപ്പുള്ളവരുടെ നേരെയൊക്കെ ഭഗവാൻ കാരുണ്യം കാണിക്കുമോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പഠിപ്പ് നോക്കുകയാണെങ്കിൽ ഗജേന്ദ്രന് പഠിപ്പ് ഇല്ല. വിദ്യാ ഗജേന്ദ്രസ്യ കാ. ചിലർ പറയും ജാതി നോക്കിയിട്ടാ സന്തോഷിക്കുക. വലിയ കുലത്തിലൊക്കെ ജനിച്ചാൽ ആർക്ക് സന്തോഷമാവും? അങ്ങനെ ഉണ്ടോ? കാ ജാതിർ വിദുരസ്യ. വിദുരൻ്റെ ജാതിയത. ആരാ വിദുരൻ? വിദുരൻ മഹാഭാരതത്തിൽ നമ്മുടെ ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും അനിയൻ വിദുരൻ, ദാസീപുത്രനാ. ദുര്യോധനൻ ക്ഷണിച്ചിട്ട് ഭഗവാൻ അവിടേക്ക് പോയില്ല. അവിടെ ഗംഭീര സദ്യ, പക്ഷെ അവിടെ പോയില്ല. അന്ന് എവിടേക്ക് പോയി? വിദുരൻ്റെ വീട്ടിലേക്ക് കയറി. അവിടെ ആണെച്ചാൽ ഒന്നുമില്ല, എന്തോ പുഴുക്കോ കഞ്ഞിയോ എന്തോ ആണ്. ഭഗവാൻ കയറി അടുക്കളയിൽ പോയി പാത്രമൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. അത്രയ്ക്ക് സ്വാതന്ത്ര്യം. ഇപ്പം അത്രയ്ക്കും സ്വാതന്ത്ര്യമുള്ളവരുടെ അടുക്കളയിലൊക്കെ കയറുമല്ലോ. വിദുരനാകെ പരിഭ്രമായി. കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, ഒന്നും കൊടുക്കാനുമില്ല. ആകെ ഉള്ളത് കഞ്ഞിയും പുഴുക്കൊക്കെയാണ്. ഇത്രയും കേമനായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ കൊടുക്കുക? കഞ്ഞിയും പുഴുക്കൊക്കെ കഴിച്ചു, പക്ഷേ പോരല്ലോ. ഇങ്ങനെ കേമനായിട്ട് ഒരാൾ വരുമ്പം വേഗം മുറ്റത്തിറങ്ങി വാഴക്കൊല, കദളിപ്പഴമുണ്ടേ, വാഴക്കൊല വെട്ടിക്കൊണ്ടുവന്നു ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കൂട്ടോ ഭഗവാന്. അവളും ഭക്തയാണ്, നാമം ജപിച്ചും കൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് വിശേഷമായിട്ട് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഭാവത്തിൽ അവളങ്ങനെ പഴം ഓരോന്നോരോന്നായിട്ട് കൊടുക്കണു. ഭഗവാൻ കഴിച്ചു. ഒക്കെ കഴിഞ്ഞ് നമസ്കരിച്ച് നോക്കുന്ന സമയത്താണ് പഴമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോഴാണ് അവൾക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്. കാരണം കൊടുത്തത് എന്താ? തൊലിയാണ് ഈ കൊടുത്തത്. പഴത്തൊലി ഇങ്ങനെ കൊടുത്തു. ഭഗവാന്റെ കാൽക്കൽ വീണിട്ട് അവൾ പറഞ്ഞു, ക്ഷമിക്കണം ഭഗവാനെ, ഞാൻ അറിഞ്ഞില്ല. ആ പരിഭ്രമം കൊണ്ടേ, മാത്രമല്ല ഭക്തി കൊണ്ട് നാമം ജപിച്ച് അങ്ങനെ കൊടുക്കുമ്പം കൊടുക്കണത് അറിഞ്ഞില്ല, അങ്ങനെ കൊടുത്തു. തോലങ്ങനെ കൊടുത്തു. ഭഗവാൻ അങ്ങനെ കഴിച്ചു. പഴം അങ്ങനെ മാറ്റി വയ്ക്കും. ചിലരങ്ങനെ ഉണ്ട്. പൂവൊക്കെ നന്നാക്കുമ്പോൾ മൊട്ടൊക്കെ എടുത്ത് അർച്ചിക്കും, പൂവ് മാറ്റി വയ്ക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറ്റിപ്പോവാറുണ്ട്. അപ്പം ഇതേപോലെ അറിഞ്ഞില്ല. ഭഗവാൻ അവളെ നോക്കിയിട്ട് കാരുണ്യത്തോടു കൂടി ഭഗവാൻ പറഞ്ഞു, ഞാനും അറിഞ്ഞില്ല. ശരി, കൊടുക്കുന്ന ആൾ അറിഞ്ഞില്ല വിചാരിക്കുക, കുഴപ്പമില്ല, അങ്ങനെ പറ്റും. പക്ഷെ കഴിക്കുന്ന ആൾക്ക് സ്വാദ് മാറും പറയേണ്ടതല്ലേ? അല്ലേ? ഭഗവാൻ പറഞ്ഞു, സ്വാദുണ്ടായിരുന്നു. ഭക്തിയോട് കൂടി ആയതുകൊണ്ട്, നാമം ജപിക്കുന്നത് കൊണ്ടേ, നീ തോല് തന്നപ്പോഴും എന്തുണ്ട്, അതിനും നല്ല സ്വാദുണ്ടായിരുന്നു. നീ വിഷമിക്കണ്ട, പഴം കൂടി കഴിച്ച് പോയാൽ പോരെ, സമയമുണ്ടല്ലോ. ഇത് കഴിക്കാത്തതല്ലേ വിഷമം, അതുകൂടി കഴിച്ചിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്ടായത്. പോണ വഴിക്ക് വിദുരരോട് ചോദിച്ചോ അത്ര, ഇത് എവിടെ നിന്നാണ് ഈ തയ്യ്, 2 തയ്യ് കിട്ടുമോ ദ്വാരകയെ കുഴിച്ചിടാൻ? കാരണം തൊലിക്ക് പോലും മധുരം എന്ന അഭിപ്രായം പറഞ്ഞ് പോവുകയുണ്ടായത്. കാ ജാതിർ വിദുരസ്യ. വിദുരൻ്റെ ജാതി എന്താ ആണ് ചോദ്യം. ജാതി നോക്കുകയാണെങ്കിൽ അവിടെ പോവില്ലായിരുന്നു. ഇനി പൗരുഷം, ചിലട്ട് അങ്ങനെ പറയാം, തൻ്റെ ഇടമുണ്ടെങ്കിൽ, പൗരുഷം ഉണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ യാദവപതേ ഉഗ്രസ്യ കിം പൗരുഷം. ഉഗ്രൻ എന്ത് പൗരുഷമുള്ളത്? ആരാ ഉഗ്രസേനനെ? ആരാ അത്? കംസൻ്റെ അച്ഛനാ. കംസന് ഇയാളെ 2 അടിയടിച്ച് ജയിലിലിട്ട് രാജ്യം ഭരിക്കുകയുണ്ടായത് കംസൻ. കുറച്ച് ഉശിരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ? ആ മകനെ നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നെ ആ ഉഗ്രസേനൻ നേരെയത് എപ്പോഴാണ്? ഭഗവാൻ അവിടെ എത്തി, കംസനെ കൊന്ന് തൻ്റെ മുത്തശ്ശൻ ഉഗ്രസേനനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു, രാജാവാക്കി. എവിടെയും ഭഗവാൻ അങ്ങനെ മെയിൻ സിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കില്ല. ഭഗവാൻ പറയുന്നത് വെച്ചാൽ, ഉഗ്രസേന രാജാവ് കൽപ്പിക്കുന്നത് ഈ കൃഷ്ണൻ അറിയിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ആ പോസ്റ്റിലാരാളത്? ഉഗ്രസേനാണ്, കൃഷ്ണനല്ല. എന്തേ ചോദിച്ചാൽ പൗരുഷമൊന്നുമില്ല, പിന്നെ നാമം ജപിക്കും, കൃഷ്ണ 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 മതി, അത്രേ വേണ്ടു. ഉഗ്രസ്യ കിം പൗരുഷം. ചിലർ പറയും കൊടുക്കണ വസ്തു നോക്കിയിട്ടാണ് സന്തോഷിക്കുകയെന്ന്. നമ്മളൊക്കെ അങ്ങനെയാവും. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ ഉണ്ടെന്ന് നോക്കും, വേഗം അത് വെട്ടിത്തിരുത്തിയിട്ടാണ് കൊടുക്കുക. എന്നാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കും.
കൊടുക്കണ വസ്തു നോക്കിയിട്ടാണ് സന്തോഷിക്കുക എങ്കിൽ കിം തത് സുധാംനോദനം. സുധാമാവ് എന്താ കൊടുത്തത്? ത്രിമധുരം, പാലട പ്രഥമനോ, അവിൽ, ഉണക്കവില്, വെറുവിലല്ല, ഒന്നുമില്ല, ഒരു ശർക്കര പൊട്ട് പോലും ഇട്ടില്ല, കഴിച്ചുവല്ലോ. കിം തത് സുധാംനോദനം. ഇനി ഭംഗി നോക്കിയിട്ടാണെങ്കിൽ കുബ്ജായാഹ കമനീയ രൂപമധികം. മുക്കൂനി എന്നാ വിളിക്കുക അവളെ. ധാരാളം സുന്ദരികളായിട്ടുള്ള ഗോപികളുണ്ട് അവിടെ, എവിടെ? വൃന്ദാവനത്തിൽ. എന്നിട്ട് അവരെയൊക്കെ ഒഴിവാക്കി ഭഗവാൻ എവിടേക്കാണ് പോയത്? മധുരയിൽ വന്നൊരു മുക്കൂനിയുടെ വീട്ടിൽ പോയി അവൾ അനുഗ്രഹിക്കുന്നുണ്ട്. കുബ്ജായാഹ കമനീയ രൂപമധികം. എന്തേ കാരണം? ഭക്തിയാ തുഷ്യതി കേവലം നച ഗുണൈഹി ഭക്തിപ്രിയോ മാധവ. ഭക്തി കൊണ്ട് മാത്രം സന്തോഷിക്കുന്നവൻ. ഭഗവാന്റെ പേരാണ്. ചിലർ പറയും ഭഗവാൻ ഇഷ്ടം കൽക്കണ്ടാണ്, മുന്തിരിയാണ്, കദളിപ്പഴാണ്, എന്തൊക്കെയോ വഴിപാട് ലിസ്റ്റൊക്കെ നോക്കിയാൽ പലതും കാണാം ഭഗവാന് പ്രിയപ്പെട്ടത് എന്നൊക്കെ. എന്നാൽ ഭക്തന്മാർ പറയും അതൊന്നുമല്ല. ഭക്തിപ്രിയോ മാധവ. എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ, ഇത് ചേർത്ത് കൊടുത്താൽ നന്ന്. ഭക്തി ചേർത്ത് കൊടുത്താൽ എന്ത് കിട്ടിയാലും വാങ്ങും, അതില്ലെങ്കിൽ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അതാണ് ഈ പ്രഹ്ലാദൻ്റെ കഥ കാണിച്ചു തരുന്നത്. ഇത് കേൾക്കുമ്പോൾ സാമാന്യക്കാരായ നമുക്കും ഒരു ചിന്ത ഉണ്ടാവണം, എങ്ങനെയപ്പോൾ ഇങ്ങനെ ഒരു ഭക്തി എനിക്കുണ്ടാവുക? എനിക്ക് ഇങ്ങനെയൊക്കെ വേണം, അത് വേണ്ടേ? വേണ്ട. നമ്മൾ മാറി ഒന്നും ഇങ്ങനെ കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതുപോലെയൊക്കെ ഒന്നും ആയ തിരക്കടില്ല. ഭഗവാന് പ്രിയപ്പെട്ടവനാവണം ഞാനും. ഈ ഒരു ചിന്ത ഉണ്ടാവണം. ഇവിടെ യുധിഷ്ഠിരനും ഉണ്ടായി. അദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഭക്തി സാധാരണക്കാർക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് പിന്നൊരു വിഷയം കുറച്ച് അധ്യായങ്ങളിലായിട്ട് ധർമ്മത്തെ പറ്റി എടുത്ത് പറയണം. കേവലം കേട്ടതുകൊണ്ട് മാത്രമായില്ലല്ലോ. ആയുർവേദക്കാർ പറയും കേവലം ഔഷധ സേവ മാത്രം പോരാ, പഥ്യം ആവശ്യമാണ്. എന്തും വേണം? പഥ്യം. ചില ചിട്ടകളൊക്കെ വേണം, ചില ഡിസിപ്ലിൻ, ചില മര്യാദകളൊക്കെ ഉണ്ടെങ്കിലേ ഈ കേൾക്കുന്നതൊക്കെ ഫലിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്നും ഫലിക്കൂല. കുറേ കേട്ടിട്ട് ഒരു മാറ്റം വരാത്തവരുണ്ടല്ലോ അല്ലേ? ഒരു മാറ്റം ഇല്ല. അത് നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. കുറേ കേട്ടിട്ട് മാറ്റം വരില്ലെങ്കിൽ അറിയണം എന്തോ എവിടെയോ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ കുറച്ചൊക്കെ മാറേണ്ടതുണ്ട്. പിന്നെ ചിട്ടകളൊക്കെ ഒന്ന് ലേശം മാറ്റം വരുത്തണം. എന്നാണ്. ഔഷധ സേവ മാത്രം പോരാ, പഥ്യവും വേണം. കുറച്ചൊക്കെ കേട്ടാൽ ആ കേട്ടത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒക്കെ കേൾക്കും, ഒന്നും ചെയ്യില്ലെങ്കിൽ കാര്യമുണ്ടോ? ഊണ് കഴിച്ചാൽ വിശപ്പ് മാറുന്ന അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഊണ് കഴിക്കണ്ടേ? 1 മണിയായി കഴിക്കണില്ല. ചോദിച്ചാൽ പറയും എനിക്ക് നിശ്ചയുണ്ട്, ഊണ് കഴിച്ചാൽ മാറും വിശപ്പ്, എനിക്ക് നിശ്ചയുണ്ട്. നിശ്ചയമായിട്ട് കാര്യമില്ലല്ലോ, കഴിച്ചാലല്ലേ മാറുള്ളൂ. ഇതുപോലെ കാര്യങ്ങളൊക്കെ കേട്ട് വെച്ചുകൊണ്ട് മാത്രമായില്ല, കേട്ടത് കുറച്ചെങ്കിലൊക്കെ ലേശം പ്രാവർത്തികമാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നു പറയണില്ല. എന്നാലും കുറേശ്ശെ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ശ്രമിക്കണം എന്നുള്ളൊരു വിചാരമെങ്കിലും ഉണ്ടാവണം. അത് മുഖ്യ. അത് കാണിക്കാനാണ് ധർമ്മത്തെ പറ്റി ഇവിടെ വിസ്തരിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിയാലോ നമുക്ക്, വ്യക്തമാണ്. ധ്രിയത ഇതി ധർമ്മ, ധരിക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മളെ നിലനിർത്തുന്നത്, നമ്മളെ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് നിർത്തുന്നത് ആരാ? ആ മൂല്യത്തിന് പറയുന്ന പേരാണ് ധർമ്മം. എന്താണ് ധർമ്മം? നമ്മളൊക്കെ ചില മര്യാദകൾ കുടുംബത്തിൽ പാലിച്ചില്ലെങ്കിൽ നമ്മളെയൊക്കെ അവസ്ഥ എന്താ അല്ലേ? നമ്മളൊക്കെ ചിലതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാറില്ലേ? ചില കാര്യങ്ങളൊക്കെ കുടുംബത്തിൻ്റെ കാര്യം എടുക്കുക. ചിലതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയാൽ, ചില മര്യാദകൾ നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ കുടുംബജീവിതം ഭംഗിയിൽ മുന്നോട്ട് പോവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം എടുക്കൂ. ഇവിടെ നമ്മൾ ചില മര്യാദകൾ പുലർത്തേണ്ടതുണ്ട്. അപ്പോഴേ ഈ പ്രപഞ്ചം വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകൂ. അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മൂല്യത്തിന് പറയുന്ന പേരാണെന്ത്? ധർമ്മം. ധർമ്മമാണ് ലോകത്തെ നിലനിർത്തുന്നത്. ചിലർ ചോദിക്കട്ടോ, അല്ലല്ല ഇവിടെ അധർമ്മികൾ കുറേ ഉണ്ടല്ലോ, എന്നിട്ട് ലോകത്തിനൊരു കുഴപ്പമില്ലല്ലോ. അല്ല, അത് തെറ്റാണ്. ധർമ്മിഷ്ഠന്മാർ തന്നെയാണ് കൂടുതലും. കുറച്ചേ ഉള്ളൂ എന്ത് അധർമ്മികൾ. പക്ഷെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് ആ വാർത്തയാണ്. പേപ്പറിൽ കൂടുതൽ അവരുടെ ഫോട്ടോ ഉണ്ടാവും, വാർത്തയിലൊക്കെ അവരുടെ ആ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുകയെന്നേ ഉള്ളൂ. പക്ഷേ ഇനി നമ്മളെ കാര്യം എടുക്കുക, അതൊക്കെ വിട്ടേക്കോ. നമ്മൾ തന്നെ ഈ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ആ ദിവസത്തിൽ കൂടുതലും ചെയ്യാറെന്താ? നല്ല കാര്യമല്ലേ? മോശം കാര്യമാണോ? മോശം കാര്യം ചെയ്യുന്നില്ല എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അത് പറയാൻ വയ്യ. എന്നാലും കൂടുതൽ നല്ല കാര്യമാണ്. നമ്മളുടെ ഒരു 80% എന്താണ് നന്മയല്ലേ? തിന്മയില്ല പറയാൻ വയ്യ, അത് പറയാൻ വയ്യ. എന്നാലും 80 നല്ലതാ. കുറച്ച് മറ്റതുണ്ട്, ശരി തന്നെ. ഇനി മോശം 80% ആയും കൊണ്ടുള്ളവരുണ്ടോ? ഉണ്ട്. പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ലോകം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അർത്ഥം ധർമ്മം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിന് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നത്.
ഇതിനെപ്പറ്റിയൊക്കെ വലിയ വലിയ ചർച്ചകളൊക്കെ ഉണ്ട്. പക്ഷെ എളുപ്പത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മഹാഭാരതത്തിൽ പറയും, ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേതു. എനിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യം ഞാൻ മറ്റുള്ളവരോട് ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറിക്ക് വലിയ വിഷമമാണ്, ഞാനതെന്ത് ചെയ്യണം? വേറെ ആളോട് ചെയ്യാണ്ടിരിക്കുക. ഇതിന് പുസ്തകം വായിക്കേണ്ട കാര്യമുണ്ടോ? പ്രഭാഷണം കേൾക്കണോ? ഒന്നും ആവശ്യമില്ല. അങ്ങനെ കേട്ടോളം നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്കറിയാം എന്ത്, ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറി എനിക്ക് വിഷമമുണ്ട്, ആ കാര്യം ഞാൻ വേറൊരാളോട് ചെയ്യാണ്ടിരിക്കുക. അത്രയേ വേണ്ടൂ. അതിനെ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറി എനിക്ക് സന്തോഷമാണ്, ഞാൻ അതുപോലെ തന്നെ എല്ലാവരോടും പെരുമാറണം, അങ്ങനെ ധരിച്ച ചില പ്രശ്നമുണ്ട്. അങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാൽ, ചിലർക്ക് ചിലപ്പം എത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തി, ചിലപ്പം അയാൾക്ക് കുറച്ച് സ്വഭാവം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നത് പോലെ ദുശീലമൊക്കെ പലതും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടെങ്കിൽ ചിലപ്പം ലേശം കൊടുത്തു എന്നൊക്കെ വരും. അയാൾക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് അയാൾക്ക് എവിടെ നിന്നും കിട്ടിയ സന്തോഷമുണ്ട് എന്ന് കരുതി നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പം തിരുമേനി ഇതാ എന്ന് പറഞ്ഞ് തന്നാൽ ഇഷ്ടാവുമോ? അയാൾക്കത് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് കരുതി എന്ത് ചെയ്യരുത്. അത് അതല്ല. അതാണ് മറ്റത് പറഞ്ഞത്. എന്ത്? ആത്മന പ്രതികൂലാനി. തന്നോട് ഇങ്ങനെ ഒരാൾ ചെയ്താൽ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാണ്ടിരിക്കുക. ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് ഇഷ്ടമുണ്ട്, അത് ഞാൻ എല്ലാവരോടും എന്ത് ചെയ്യണ്ട, അതിന് പുറപ്പെടരുത്. അത് കരുതണം. അയാളുടെ ഇഷ്ടം എന്താ മനസ്സിലാക്കണം. അയാൾക്കത് പ്രശ്നമാണോ എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഗുരുദേവൻ എന്ത് പറയും, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. എനിക്കിപ്പം ചിലതൊക്കെ ചെയ്യണം തോന്നുന്നുണ്ട്, എനിക്കൊരു സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, സുഖമായിട്ടിരിക്കാൻ. ഞാനതിന് പുറപ്പെടുന്നതിൻ്റെ മുന്നേ ഒന്ന് ആലോചിക്കണം. എന്താ ആലോചിക്കേണ്ടത്? അല്ല, ഇവിടെ വേറെയും പലരും ഉണ്ട്, അവർക്കത് ബുദ്ധിമുട്ടാവുമോ? എന്താണ്? ഇപ്പം നമുക്ക് ഇവിടെ ഒച്ച ഉണ്ടാക്കണം, ബഹളം വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ചെയ്യാണ്ടിരിക്കണത് എന്തുകൊണ്ടാണ്? മോഹനിലായിട്ടല്ല, അതിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതാണ് ധർമ്മം, അതാണ് മര്യാദ. തനിക്കിപ്പം അങ്ങനെയൊക്കെ മോഹം, പക്ഷേ അത് ലോകത്തിന് ഉപദ്രവമാണ്. തൻ്റെ സുഖം മാറ്റി വെച്ചു, വേണ്ട, ഇപ്പോൾ തൽക്കാലം വേണ്ട, അത്രയേ ഉള്ളൂ. അതാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, അതെനിക്ക് മാത്രമാണോ, ലോകത്തിനും സുഖമല്ലേ എന്ന് ചിന്തിക്കണം. സുഖമാണെങ്കിൽ അനുഷ്ഠിച്ചോളൂ, അല്ലെങ്കിലോ ഒഴിവാക്കൂ, വേണ്ടാന്ന് വെക്കൂ. ഇതാണ് ധർമ്മം. ഇനി സാമാന്യ ധർമ്മങ്ങളുണ്ട്, 30 പറയുക, ഒക്കെ സമയത്തിനനുസരിച്ച് കുറച്ച് പറയും, 4-15 നിർത്തും. അതിപ്പോൾ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവിടെ ഇങ്ങോട്ട് നിർത്തും. സാമാന്യ ധർമ്മങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളാണ്. ഏതൊക്കെയത്? സത്യം, ദയാ, തപഃ, ശൗചം, തിതിക്ഷേക്ഷ, ശമോദമ, അഹിംസ, ബ്രഹ്മചര്യം ച, ത്യാഗസ്വാധ്യായ, ആർജവം. ഇങ്ങനെ പോവും. സത്യം ഒന്നാമത്തെ ധർമ്മമായിട്ട് പറയുന്നത് എന്താ? സത്യം എന്നാണ്. സത്യത്തെ പറ്റി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഒരാളും ഉണ്ടാവില്ല അല്ലേ? സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം വദ, വേദം പറയും സത്യം പറയണം. നമ്മളൊക്കെ എന്താ പറയാറ്? സത്യം അല്ലേ? സത്യമാണ് പറയാറ്. അതാണോ ഇവിടെ പറയേണ്ടത്? അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പം അതാന്നൊക്കെ പറയുമെങ്കിലും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അതല്ല. ആ സത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയണത്. സത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മം എന്നർത്ഥം. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ. പാരമാർത്ഥിക സത്യം അത് ബ്രഹ്മല്ലേ, അതിലേക്ക് എത്തിക്കുന്നതൊക്കെ സത്യ. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ സത്യം എന്ന് പറയണത് എന്തെങ്കിലുമൊക്കെ പറയും, ഉള്ളത് തന്നെയായിരിക്കും. പക്ഷെ അതുകൊണ്ടുണ്ടാവണ ഉപദ്രവം ചിന്തിക്കാറുണ്ടോ? ഇപ്പം സത്യത്തെ പറ്റി തന്നെ കവികൾ പറയുക, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയണം. അടുത്ത വരി എന്താ? സത്യം പറയണം, പ്രിയം ബ്രൂയാത്. ആ കേൾക്കുന്ന ആൾക്ക് നന്മ കൊടുക്കുന്ന സത്യമേ പറയാവൂ. കേൾക്കുന്ന ആൾക്ക് നന്മ കൊടുക്കുന്ന സത്യമേ പറയാവൂ. ഞാൻ ഇവിടുന്ന് സത്യമേ പറയാവൂ, പക്ഷെ ആ സത്യം എങ്ങനെയുള്ളതാവണം? നിങ്ങൾക്ക് നന്മ തരുന്ന സത്യം ഞാൻ പറയാവൂ, നിങ്ങൾക്ക് തിന്മ തരുന്ന സത്യമുണ്ട്, അത് ഞാൻ പറയാൻ നിൽക്കണ്ട. ഇതാണ്. ഇനി അങ്ങനെ പലതും ഉണ്ടാവും, സത്യം തന്നെയായിരിക്കും, അത് പറയാൻ നിൽക്കണ്ട. അതാണ് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്. എന്ത് പറയുമ്പോഴും ആലോചിക്കണം. നമ്മൾ ഓരോന്ന് പറയും, ഉള്ള കലഹമൊക്കെ ഉണ്ടാക്കും, ചോദിച്ചാൽ പറയും ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, ഞാൻ പിന്നെ എവിടെയായാലും സത്യം ഉള്ളതുപോലെ അങ്ങോട്ട്. അതെന്തല്ല, അത് ഈ സത്യത്തിൽ പെട്ടതല്ല. അതല്ല. എന്നിട്ടുള്ള കുടുംബകലഹമൊക്കെ ഉണ്ടാക്കും, അതല്ല സത്യം. അത് നമ്മളുടെ മാന്യതയാണ് ഇല്ലാണ്ടിയാക്കണത്. എല്ലാം വിളിച്ചു പറയണത് എന്തല്ല, അത് സത്യമല്ല. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്. കേൾക്കുന്ന ആൾക്ക് നന്മ ഉണ്ടാക്കുന്ന സത്യേ പറയാവൂ. ന ബ്രൂയാത് സത്യം അപ്രിയം. അയാൾക്കത് ഉപദ്രവമാണ് ഉണ്ടാക്കുക എങ്കിൽ ആ സത്യം പറയണമെന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, സത്യം മുഴുവൻ വിളിച്ച് പറയണമെന്നില്ല, പറയണത് സത്യം ആവണമെന്നേ ഉള്ളൂ. എന്താണ്?
എല്ലാ സത്യവും വിളിച്ച് പറയണമെന്നില്ല, പറയണത് സത്യമാവണം എന്നേ ഉള്ളൂ. ദേവി ഭാഗവത്തിലൊരു കഥ ഉണ്ട്. സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ഉറപ്പിച്ചൊരു മഹാത്മാവിൻ്റെ കഥ. അങ്ങനെ ചില നിഷ്ഠകളൊക്കെ നല്ലതാണ്. ഏത് ശാസ്ത്രവും പൂർണ്ണമായിട്ട് ഫലിക്കണമെങ്കിൽ ചില നിഷ്ഠകൾ വേണമെന്ന് പറയും. എന്തെങ്കിലും നിഷ്ഠ, ഇന്നതൊന്നുമില്ല, ഇനി നാളെ മുതൽ ഞാൻ രാവിലെ സഹസ്രനാമം ജപിച്ചിട്ടേ ചായ കുടിക്കുള്ളൂ, നല്ല കാര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു 12 നമസ്കാരം ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് തീരുമാനിക്കേണ്ടത് നല്ലതാണ്. നമുക്കതിനൊരു ഉറപ്പുണ്ടാവും. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് തീരുമാനിച്ചു, ഇനി ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെ അദ്ദേഹം കാട്ടിലങ്ങനെ കണ്ണ് തുറന്നിട്ട് അദ്ദേഹത്തിൻ്റെ തപസ്. അദ്ദേഹം ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ആ വഴിക്കൊരു പന്നി പോയി. അദ്ദേഹം അത് കണ്ടു. ആ പന്നിയുടെ പിന്നാലെ ആരും വരുന്നുണ്ട്, ഒരു വേടൻ അമ്പുമായിട്ട് വരുന്നുണ്ട്. വേടന് പെട്ടെന്ന് സംശയമായി ഏത് വഴിക്കാണ് പന്നി പോയതെന്ന്. പക്ഷെ ആര് കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്? ഈ സത്യവ്രതൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, അല്ല ഏത് വഴിക്കാ പന്നി പോയത് എന്ന് ചോദിച്ചു. അയാളെന്ത് പറയണം? സത്യം പറയണം വേണ്ടേ? പക്ഷെ അദ്ദേഹം ഒന്ന് ആലോചിച്ചു, എന്ത്? ആത്മസുഖത്തിനാചരിക്കുന്നവ, അതാ പന്നിക്കും സുഖമാണോ എന്ന് ആലോചിക്കണ്ടേ? താനിപ്പം സുഖം സത്യം പറഞ്ഞു, അതുകൊണ്ട് ആ പന്നിയുടെ ജീവനാ പോവുക. എന്നാൽ കളവ് പറയുകയാണെങ്കിലോ തൻ്റെ എത്രയും കാലത്ത് ആ ഒരു വ്രതത്തിന് ഭംഗം വരും. എന്ത് വേണമെന്ന് ആലോചിച്ചു. ഇതിനെയാണ് ധർമ്മസങ്കടം എന്നൊക്കെ പറയുക. അവിടെ രാവിലെ ഇഡ്ഡലി വേണോ ദോശ വേണോ ആകെ അതല്ല ധർമ്മസങ്കടം എന്നാണ്. എന്ത് ചെയ്യും എന്നാണ്. താനിപ്പോൾ സത്യം പറയണോ, എന്താ ഇപ്പോൾ ചെയ്യുക? അദ്ദേഹം ഒന്ന് ദേവിയെ സ്മരിച്ചു എന്നാണ്, അത്രയേ ഉള്ളൂ. ഭഗവാനെന്ന് സ്മരിച്ചാൽ വഴി ആര് കാണിച്ചു തരും? ഭഗവാൻ കാണിച്ചു തരില്ലേ? പെട്ടെന്ന് അയാൾക്ക് തോന്നി ഇങ്ങനെ പറയാം. എന്ത് പറഞ്ഞു? വേടാ, യാ പശ്യതി നസാ ബ്രൂതേ യാ ബ്രൂതേ സാ ന പശ്യതി. പറയുന്നവൻ മിണ്ടുന്നില്ല, മിണ്ടുന്നവൻ പറയുന്നുമില്ല. എന്താണ്? പറയുന്നവൻ മിണ്ടുന്നില്ല, മിണ്ടുന്നവൻ പറയുന്നുമില്ല. വേടൻ എന്ത് പറഞ്ഞു? നല്ല പ്രാന്തൻ തന്നെ, അസല് വട്ട് എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കി പോയി. ആയിക്കോട്ടെ, കേൾക്കുന്നവൻ വട്ടെന്നോ പൊട്ടെന്നോ പ്രാന്തം എന്ത് വേണമെങ്കിലും പറയട്ടെ. അതൊന്നും അല്ലെങ്കിലും നല്ലത് പറയണവരൊക്കെ ജനങ്ങൾ കൂടുതൽ എന്താ പറയുക? അങ്ങനെ തന്നെയാണ് ലോകത്തിൻ്റെ സ്വഭാവം, അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സത്യ. യാ പശ്യതി നസാ ബ്രൂതേ. ആരാണോ കാണുന്നത് അയാൾ മിണ്ടുന്നില്ല. ആരാണോ മിണ്ടുന്നത് മിണ്ടുന്നവൻ കാണുന്നത് കണ്ണല്ലേ, കണ്ണ് മിണ്ടുവോ? മിണ്ടുന്നത് നാവല്ലേ, നാവ് കാണുമോ? ഇല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, സത്യ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് എന്തേ ലാഭം എന്ന് ചോദിച്ചാൽ ആ ജന്തുവിനൊരു ഉപദ്രവം ഉണ്ടായില്ല. ഇത്രയും ശ്രദ്ധിക്കണമെന്ന് സത്യം പറയുമ്പോഴേ നമ്മളൊക്കെ വിളിച്ച് പറയുന്നത് സത്യമാണോ എന്ന് ആലോചിക്കണം എന്നർത്ഥം. കുറേ ആലോചിക്കണം. നമ്മൾ സത്യം പറഞ്ഞതിൻ്റെ പേരിലൊരു അപകടം, ഒരു വിഷമം ആർക്കും ഉണ്ടാവാതെ നോക്കണം. അതാണ് സത്യമേവ ജയതേ അതാണ് ആപ്തവാക്യം. നമ്മുടെ സത്യം മാത്രമേ ജയിക്കുള്ളൂ. ചിലർ പറയും അല്ലല്ല എത്ര കളവ് പറഞ്ഞിട്ട് അവിടെ അത്യാവശ്യമുണ്ടോ അല്ലേ, എത്ര ജയിച്ചു, എന്തൊക്കെ ജയാന്ന് ആര് പറഞ്ഞു? നമ്മളങ്ങോട്ട് നടിച്ചാൽ മതിയോ? ഞാൻ ജയിച്ചു, കുറേ കാശുണ്ടാക്കലും വലിയ വീട് വെക്കലൊക്കെ അതാണോ ജയം? ആണോ? അതൊന്നും ജയമായിട്ട് അതല്ല ജയം എന്ന് പറയണില്ല. പക്ഷെ അത് മാത്രമാണ് ജയം എന്ന് വിചാരിക്കേണ്ട. സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കുള്ളൂ. അതുകൊണ്ടാണ് ഉപനിഷത്തൊക്കെ എടുത്തെടുത്ത് പറയും ഒരിക്കലും കളവ് പറയരുതേ. ചിലപ്പം കളവ് പറയുന്നത് കേൾക്കാനാവും ആളുകൾ കൂടുക, ചിലപ്പോൾ അങ്ങനെയാവും. ആളുകൾ ചിരിക്കുക, പ്രോത്സാഹിപ്പിക്കുകയോ, ചിലപ്പം കളവ് പറയുന്ന ആൾക്കാവും. ജനങ്ങൾ കൂടും, അവാർഡുകളൊക്കെ കിട്ടിയെന്ന് വരും എന്ന് കരുതി എന്ത് ചെയ്യരുത്? പ്രചാരം കിട്ടുമെന്ന് കരുതി കളവ് പറയരുതേ. സത്യം പറയുമ്പോൾ അധികം പേരൊന്നും കേൾക്കാണ്ടാവില്ല, പക്ഷെ എന്നാലും സത്യം പറയാവൂ. ഒരു തത്വചിന്തകൻ പറയുന്നുണ്ട്, സത്യവും കളവും കൂടിയും ലോക പര്യടനത്തിന് പുറപ്പെട്ടു. എന്തിനു പുറപ്പെട്ടു? ലോക പര്യടനേ. സത്യം ചെരുപ്പിടുമ്പോഴേക്കും കളവ് പോയി വന്നു. സത്യം ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ചെരുപ്പിടാൻ പുറപ്പെടുമ്പോഴേക്കും കളവ് ലോക പര്യടനം കഴിഞ്ഞെത്തി എന്നാണ്. അത്രയ്ക്ക് വേഗത്തിൽ എന്തെത്തും? ഈ കളവ് വേണ്ടാത്തതൊക്കെ പെട്ടെന്ന് സ്പ്രെഡാവും. നല്ല കാര്യമോ? ഇതൊക്കെ കഴിഞ്ഞാൽ ഈ പെരുമ്പാവൂരിന്ന് ചോദിക്കും സത്രം കഴിഞ്ഞാൽ, സത്രം അത്ര എടുത്തോ വെട്ടിയോ, എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ അറിയിച്ചു, എന്നാലും ഇതറിയാത്തവരുണ്ടാവും. അതാണ്. പക്ഷെ വേണ്ടാത്തത് പെട്ടെന്ന് എത്തും. ഇത് ലോകത്തിൻ്റെ ഒരു പ്രകൃത എന്ന് കരുതി പ്രചാരം കിട്ടുമെന്ന് കരുതിയിട്ടോ തൽക്കാലം നേട്ടമുണ്ടാവുമെന്ന് കരുതിയിട്ടോ എന്ത് ചെയ്യരുത്? കളവ് പറയരുതേ. സത്യം മാത്രമേ പറയാവൂ. അത് വാചികമായിട്ടുള്ള ഒന്ന് മാത്രമല്ല, ഹൃദയത്തിൻ്റെ ഭാവമാണെന്ത്? സത്യം. ഇതാണ് ആദ്യത്തെ ധർമ്മം. അവിടെ നിൽക്കട്ടെ. സത്യം, ദയാ, തപ, ശൗചം. സത്യം കഴിഞ്ഞാൽ അടുത്തത് ദയ. ദയ എന്ന് പറഞ്ഞാൽ തനിക്കില്ലാത്തത് നമുക്ക് കുറേ ഉണ്ട് എന്ന് വിചാരിക്കുക. അതില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിലപ്പുറം നമ്മൾ കണ്ടു തുടങ്ങിയ ചെറിയ പ്രശ്നമുണ്ട്. അധികം നമുക്ക് ദയ എന്ന് വരുമ്പം മനസ്സിൽ തോന്നുന്ന കാര്യം എന്താ? താഴ്ന്നവരോട് തോന്നേണ്ട ഭാവം അല്ലേ? അപ്പം എനിക്ക് നിങ്ങളോട് തോന്നേണ്ട ഭാവം. ഞാനെവിടെയാ? ഞാൻ കുറച്ച് മുകളിലല്ലേ? നിങ്ങളൊക്കെ താഴെ
എണീറ്റ് പോകില്ലേ ഇത് കേട്ടാൽ? ഇതാണ് ഇടക്കാലത്തുണ്ടായ പ്രശ്നം. അതല്ല, ഇതൊക്കെ പരസ്പര സഹകരണ. ഇവിടെ ഞാനിരുന്ന് ഇങ്ങനെ പറയാൻ എനിക്ക് സാധിക്കണം, നിങ്ങൾ കേൾക്കാൻ ഉള്ളത് കൊണ്ടാണ്. അതറിയണ്ട, അത് മറന്നു പോരുത്. അത് മറന്നാൽ കഴിഞ്ഞു. ദയ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് അടുത്തുള്ള ആൾക്ക് അതില്ല, വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ കൊടുക്കുക. ചിലപ്പം അറിവ് കൊണ്ട് ഉയർന്നവൻ കാശ് കൊണ്ട് താഴ്ന്നവനായിരിക്കും. എന്താണ്? അറിവ് കൊണ്ട് ഉയർന്ന ആൾ കാശ് കൊണ്ട് താഴ്ന്ന ആളായിരിക്കും. ചിലപ്പോൾ കാശ് കൊണ്ട് താഴ്ന്ന ആൾ ചിലപ്പോൾ അറിവ് കൊണ്ട് ഉയർന്ന ആളായിരിക്കും. എന്താണോ നമുക്കുള്ളത് അതില്ലാത്ത ആൾക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അറിവുണ്ടോ, അറിവ് കൊടുക്കുക. കാശുണ്ടോ, അയാളെയും തനിക്ക് സമാക്കാൻ വേണ്ടി കൊടുക്കുക. ദയ, അത് ആവശ്യമാണ്. ഈ ഒരു ഭാവം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഇതൊന്നും വർണ്ണധർമ്മമല്ല, എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. മനുഷ്യനായാൽ വേണ്ട സ്വഭാവങ്ങൾ അതൊക്കെ. ഇത് ശ്രമിക്കണം, നമ്മൾ ആർജിക്കണം. ചിലർ പറയാം എന്താ വെച്ചാൽ അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഒക്കെ ഭഗവാന്റെ സങ്കല്പം നടക്കല്ലേ. അതെ, അവ ശ്രമിക്കണ്ടേ? എന്നാൽ പിന്നെ ആരെയും സപ്താഹം കേൾക്കാൻ വരണോ? ഈ ശാസ്ത്രങ്ങളുടെ ആവശ്യമുണ്ടോ? എന്നാൽ ഗീത ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? കൃഷ്ണന് അർജുനന് ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം അങ്ങനെ പറയാൻ വയ്യ. അതാണ് ശരിയാണ്. കുറച്ചൊക്കെ എഴുതിയിട്ടാണ് വിട്ടത്. പക്ഷെ ചിലത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും. നമ്മളായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന വിഷയം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന് പ്രസക്തി ഇല്ല. ഈ ധർമ്മത്തിനെ പറ്റി പ്രസംഗിക്കേണ്ട കാര്യവും ഇല്ല. കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. നമ്മൾ സത്സംഗം കൊതിക്കണം, ആഗ്രഹിക്കണം. നല്ലത് മാത്രം കേൾക്കാനും ചിന്തിക്കാനൊക്കെ കുറച്ചൊക്കെ ശ്രമിക്കുക. എല്ലാം നമ്മുടെ കയ്യിലല്ല, ശ്രമിച്ചാലും സാധിക്കേണ്ട പോവും ചെയ്യും കേട്ടോ. എന്നാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് സത്യം. ദയാ, തപഹ, തപസ് എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുക. മനസ്സശ്ച ഇന്ദ്രിയാണാമൈകാഗ്ര്യം പരമം തപ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുക. അത് ചിലപ്പോൾ നമുക്ക് ഇരുന്നാൽ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി നിന്നാലാ പറ്റുവച്ചാൽ അങ്ങനെ, ഇനി ഒറ്റക്കാലം നിന്നാലാ പറ്റുവച്ചാൽ അങ്ങനെ. ഉദ്ദേശം എന്തേ ഉള്ളൂ, മനസ്സും ഇന്ദ്രിയങ്ങളും ഏകാഗ്രമാവണം. ഇപ്പം അങ്ങനെയാണോ നിങ്ങൾ കഥ ശ്രവിക്കുന്നത് എങ്കിൽ അത് തപസ്സാണ്. അത്രയേ ഉള്ളൂ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കിയാൽ അത് തപസ്. അതുകൊണ്ട് നല്ലതും ചെയ്യാം, മോശം കാര്യങ്ങളും ചെയ്യാം. ബോംബും കണ്ടുപിടിക്കാം, ജീവൻമുക്തനാവാം. അതൊക്കെ അവനവൻ്റെ ശക്തി പോലെ. ഇനി ഗീതയിൽ പറയും, മാനസികമായിട്ടുള്ള തപസ്സുണ്ട്, വാചികമായിട്ടുള്ള തപസ്സുണ്ട്, ശാരീരികമായിട്ടുള്ള തപസ്സുണ്ട്. ലാഭേച്ഛ ഇല്ലാണ്ട് സൽക്കർമ്മം ചെയ്താൽ അത് തപസ്സാ. എനിക്ക് നേട്ടം ആഗ്രഹിക്കാണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല, ആ മട്ടിൽ ഞാൻ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ അതെന്താണ്? അത് തപസ്സാണ്. പ്രശസ്തിക്ക് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല. അങ്ങനെ ഞാനൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ, സൽക്കർമ്മം ചെയ്യുന്നുണ്ട്, അതെന്താണ്? അത് തപസ്സാണ്. വയ്യാണ്ടിരിക്കണം അമ്മ, എണീക്കണമെന്ന് മോഹമുണ്ട്. അടുത്ത് ചെന്നു നമ്മളെന്ത് ചെയ്തു, കൈ പിടിച്ചങ്ങോട്ട് ആ അമ്മയെ എണീപ്പിച്ചാൽ അതെന്താണ്? അത് തപസ്സാ. ഇനി വാചികമായിട്ടുള്ള തപസ്, എണീപ്പിക്കാനൊന്നും വയ്യ, കാരണം നമ്മൾ അതിനേക്കാൾ കഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക, സമാധാനിപ്പിച്ചൂടെ അല്ലേ? കൂട്ടോ, ഞാൻ ആരെങ്കിലും ഏർപ്പാടാക്കാം, വിളിക്കാട്ടോ, സമാധാനമായിട്ടിരിക്കും, ഒക്കെ മാറും കേട്ടോ, വയ്യായൊന്നും ഉണ്ടാവില്ല, ഇനി പ്രശ്നമൊക്കെ മാറും എന്നൊക്കെ ഒന്ന് മാനസിക അല്ലെങ്കിൽ വാചികമായിട്ട് പറഞ്ഞാൽ എന്തായി, അത് വാചികമായിട്ടുള്ള തപസ്സാ. ഇനി അതും പറ്റില്ല, അങ്ങനെയൊന്നും വർത്തമാനം പറഞ്ഞ് ശീലമില്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചൂടെ, ഔ പാവമ്മ നേരെ ആവട്ടെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് മാനസികമായിട്ടുള്ള തപസ്സാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കാ ലാഭം? നമുക്കാ ലാഭം, ആ അമ്മയ്ക്കല്ല, നമുക്കാ ലാഭം. നമ്മുടെ ഹൃദയമാണ് ശുദ്ധാവുന്നത്. ഇതിനെയാണ് തപസ് എന്ന് പറയുക. സത്യം, ദയാ, തപ, ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ വൃത്തി എന്നർത്ഥം. വൃത്തിയുടെ കാര്യത്തിൽ നമ്മളൊക്കെ എത്രയോ മുന്നിലാണ്. പ്രത്യേകിച്ച് കേരളീയർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയും കുളിക്കുന്നവരാ. കുളിയുടെ കാര്യത്തിലൊന്നും ഇന്ത്യയിൽ ഉണ്ടാക്കണ 50% സോപ്പ് കേരളത്തിലെ ചിലവാവണമെന്നാണ് കേട്ടത്. ഒക്കെ ഇവിടെ ഉള്ളവർ തേച്ച് കുളിക്കുകയാണ്, ബാക്കിയുള്ളവർക്ക് അത്രയ്ക്കില്ല. ശരി, കുളിച്ചോളൂ, വേണ്ടാന്നല്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പുറമെ മാത്രം വൃത്തിയായിട്ട് കാര്യമില്ലല്ലോ, ഉള്ളിലൊന്നുണ്ടല്ലോ മനസ്സ്. അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? അതാണ്, ഇത് ശ്രദ്ധിക്കണം. നല്ല മനസ്സ് ഉണ്ടാവണ്ടേ, മനസ്സ് കുളിപ്പിക്കണ്ടേ. അതാണിപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല ആചാര്യന്മാർ വന്ന് എന്ത് ചെയ്യണം, മനസ്സിനെ എങ്ങനെ കുളിപ്പിക്കുക, തേച്ച് കുളിക്കുകയാണ്. അത് ശുദ്ധാക്കണം, അതിന് ശ്രമിക്കണം. അതാണ് ശൗചം. ഈശ്വര കഥകൾ കേൾക്കാൻ സമയം കണ്ടെത്തണം, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശൗചം, ഹൃദയശുദ്ധി, ബാഹ്യശുദ്ധിയും ആഭ്യന്തര ശുദ്ധി. പുറമുള്ള ശരീരവും ശുദ്ധാക്കണം, ഉള്ളിലുള്ള ഹൃദയവും ശുദ്ധാക്കണം. ഇപ്പം എത്ര എണ്ണമായി? സത്യം, തപസ്, ദയ, ശൗചം, തിതിക്ഷ. തിതിക്ഷ പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഭഗവാന്റെ പ്രസാദം എന്നുള്ള മട്ടിൽ അനുഭവിക്കുക. അന്യായമായിട്ടോ
അനർഹമായിട്ടോ ഭഗവാനൊന്നും തരില്ല, അത് ഉറപ്പിക്കുക എന്നാണ്. ഇവിടെ നടക്കുന്നതൊക്കെ നമുക്ക് അനുഭവിക്കുന്നതൊക്കെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതൊക്കെ ന്യായം തന്നെയാണ്. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫല കിട്ടണത് എന്ന് മനസ്സിലാക്കി അതിനൊക്കെ സഹിക്കുക. അതാണെന്ത്? തിതിക്ഷ. പിന്നെ ശമം ദമം, മനസ്സിനെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കുക. മനസ്സിനെ അടക്കുക, കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് അടക്കുക. എൻ്റെ അറിവില്ലാണ്ട് എൻ്റെ ഒരു അംഗം ഇളകരുത് എന്നാണ്. എൻ്റെ അറിവില്ലാണ്ട് കണ്ണങ്ങോട്ട് പോകരുത്, വേറെ ദിക്കിലേക്ക് പോകരുത്. ഇപ്പം അങ്ങനെയല്ല, നമ്മളറിയാണ്ട് കണ്ണങ്ങോട്ട് പോയി പിന്നെയാണ് നമ്മൾ അറിയേണ്ടത് ശരിയായിട്ട് തിരുമേനി പറഞ്ഞപ്പോഴാണ് ഞാൻ പോയി എന്ന് മനസ്സിലാക്കിയത്. ഇപ്പം അങ്ങനെയാണ്. മറ്റേത് അങ്ങനെ ആവരുത് എന്നാണ്. ഞാനറിയാണ്ട് എൻ്റെ കണ്ണ് എങ്ങോട്ടും പോവില്ല, ഞാനറിയാണ്ട് എൻ്റെ ചെവി എങ്ങോട്ടും പോവില്ല, അതൊക്കെ എൻ്റെ കീഴിലാവണം. ഇപ്പം നമ്മളൊക്കെ എളുപ്പത്തിൽ മാറ്റാൻ ബാക്കിയുള്ളവർക്ക് പറ്റില്ലേ? അങ്ങനെ സാധിക്കരുത്. നമ്മൾ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കണം. അതാണെന്ത്? അതാണ് ശമം ദമം. ഇനി അഹിംസ, ഒന്നിനെയും ദ്രോഹിക്കാണ്ടിരിക്കുക. അല്ല, എല്ലാത്തിനെയും സ്നേഹിക്കുക. എല്ലാത്തിനെയും സ്നേഹിക്കുക. ബ്രഹ്മചര്യം, ഈശ്വര വിചാരം ഉണ്ടാവുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതും ബ്രഹ്മചര്യമായിട്ട് പറയാറുണ്ടെങ്കിൽ അതല്ല പ്രധാനം. എപ്പോഴും ഈശ്വര എന്നുള്ള വിചാരം ആണ്. ബ്രഹ്മത്തിനോട് ചേർന്ന് ജീവിക്കുക, ബ്രഹ്മവിചാരം ഉണ്ടാവുക. ബ്രഹ്മചര്യം ച ത്യാഗ, ത്യജിച്ച് പഠിക്കുക. ത്യാഗം എന്ന് പറഞ്ഞാൽ ഭഗവാന് നിവേദിക്കുക. അതാണ്. ഇതൊക്കെ ഭഗവാന്റെ സ്വത്താ. അപ്പം അത് അനുഭവിക്കേണ്ട പറയണില്ല, നമ്മൾ കേൾക്കൂല അങ്ങനെ പറഞ്ഞാൽ. അത് പറയണില്ല, അനുഭവിച്ചോളൂ. ഒരു മര്യാദയോടെ, ഒരു വണക്കത്തോടെ തലയൊന്ന് കുനിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, ഭഗവാനെ അങ്ങ് തന്നതാ, പ്രസാദമായിട്ട് ഞാൻ കഴിക്കുക കേട്ടോ, ഭഗവാനെ നിവേദിച്ചിട്ട് കഴിച്ചോളൂ. നിവേദിക്കാണ്ട് കഴിക്കുമ്പോൾ അത് അഹമ്മതിയാണ്, അത് മനക്ലേശം ഉണ്ടാക്കുക. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൃപ്തി ഉണ്ടാവില്ല, ആകെ ഒരു പ്രയാസം, നിരാശ ഉണ്ടാവും. നേരെ മറിച്ച് ഭഗവാൻ നിവേദിച്ച് കഴിക്കുമ്പോഴോ ഏന ത്യക്തേന ഭുഞ്ചീഥ, ത്യജിച്ചിട്ട് അനുഭവിക്കൂ. ത്യജിച്ചിട്ട് അനുഭവിക്കുക പറഞ്ഞ് നിവേദിച്ചിട്ട് കഴിച്ചോളൂ, ഭഗവാന് കൊടുത്തിട്ട് കഴിക്കൂ, ഭഗവാന്റെയാണ്, അത് അറിഞ്ഞും കൊണ്ട് അനുഭവിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വിഷമം ഉണ്ടാവില്ല. ത്യാഗാഹ, കുറേശ്ശെയൊക്കെ കൊടുത്ത് ശീലിക്കുക. എന്നല്ലെങ്കിൽ നാളെ ഒക്കെ വിട്ടു പോകേണ്ടവരാണെന്ന് മനസ്സിലാക്കി കുറേശ്ശെ ഇപ്പം തന്നെ ഒഴിവാക്കിയാൽ പിന്നെ പോകുമ്പോൾ എളുപ്പമുണ്ട്. ലെസ് ലഗേജ് മോർ കംഫേർട്ട് ആണ്. കുറേശ്ശെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ത്യജിക്കുക. ത്യാഗാഹ സന്തോഷ ആർജവം, സന്തോഷം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. മനുഷ്യൻ്റെ വലിയൊരു കഴിവാണത്. ഏതവസ്ഥയിലും സന്തോഷമായിട്ടിരിക്കാൻ ആർക്ക് സാധിക്കും? വേണമെങ്കിൽ സാധിക്കും, അതിനുള്ള വകുപ്പുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണില്ല എന്ന് മാത്രം. സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ തന്നെ അങ്ങോട്ട് തയ്യാറായാൽ മതി. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ, പക്ഷെ നമ്മൾ തയ്യാറല്ല. നമ്മൾ ഇല്ല, പിന്നെ നിവൃത്തിയില്ല, പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അത്രയേ ഉള്ളൂ. സന്തോഷിക്കണം എന്നുള്ള മനസ്സാണ് മുഖ്യം. അതുണ്ടെങ്കിൽ പിന്നെ ഏതവസ്ഥയിൽ സന്തോഷിക്കാൻ പറ്റും. ചിലർ അങ്ങനെ ഉണ്ട്. ഒന്ന് പൂവ് വിടർന്നാൽ സന്തോഷം, കാറ്റടിച്ചാൽ സന്തോഷം, സൂര്യൻ ഉദിച്ചാൽ സന്തോഷം, പറവ പറന്നാൽ സന്തോഷം. അങ്ങനെ ചെറിയ കാര്യത്തിന് പോലും സന്തോഷിക്കുന്നവരുണ്ട്. അങ്ങനെ ശീലിക്കൂ. എന്തൊക്കെ വന്നിട്ട് സന്തോഷിക്കുന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? അത് വിഷമാണ്. നമ്മൾ വേറെന്തോ വലുത് കാത്തിരിക്കുക, ഇനി അത് വരട്ടെ. ഒന്നും വരാനില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് സന്തോഷിക്കാൻ പഠിക്കുക. അതാണ്. ചെപ്പടി വിദ്യക്കാരെ കണ്ടില്ലേ? സ്വതം നമ്മളൊക്കെ പരിപാടി കഴിഞ്ഞാലല്ലേ കൈയടിക്കുക, അല്ലേ? ഡാൻസ് കഴിഞ്ഞാൽ കൈയടിക്കും, സന്തോഷമായി. പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൈയടിക്കും. എന്നാൽ മാജിക്കുകാരോ അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുക? എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമ്മൾ പൊട്ടന്മാർ, നമ്മൾ കേട്ടാൽ നമ്മൾ പുഞ്ചിരിച്ച് അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി അവരെന്ത് നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ചിരിക്കും, സന്തോഷിക്കും. എന്താ കാരണം? സന്തോഷിക്കാൻ തയ്യാറാവൽ പ്രധാന. ഇതുപോലെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ സന്തോഷിക്കും, ഭഗവാൻ തരുന്നതാ, ഞാൻ സന്തോഷിക്കും എന്നുള്ള മട്ടിൽ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ശീലിക്കൂ, മനസ്സിനെ പരിശീലിപ്പിക്കൂ. സന്തോഷ. ഇനിയോ സമദൃക് സേവ, എല്ലാ സമദൃക് ആണ് സജ്ജനങ്ങൾ, എല്ലാത്തിനെയും സമമായിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെയുള്ള സജ്ജനങ്ങളോട്, മഹാത്മാക്കളോട് അവരെ സേവിക്കൂ. അവരുടെ മുന്നേ കാണുമ്പോൾ തല കുനിച്ചാൽ അവരുടെ ആ പ്രഭാവം നമ്മളിലേക്ക് ഒഴുകി വരും. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. അവരുടെ മഹിമ നമ്മളിലേക്കും വരും. അതുകൊണ്ട് സമദൃക് സേവ, മഹാത്മാക്കളെ പൂജിക്കാൻ, എല്ലാവരും പൂജിക്കണം വേണ്ടെന്നല്ല, എന്നാലും ചിലരിൽ മഹത്വം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ അവരെ കുറച്ചധികം ആരാധിക്കൂ. സമദൃക് സേവ ഗ്രാമ്യേഹോ പരമശനൈഹി, ഗ്രാമ്യധർമ്മങ്ങൾ കുറച്ച് വരൂ. ലോക വിഷയങ്ങൾ ചിന്തിക്കുന്നത് കുറയ്ക്കുക. സീരിയൽ കാണുന്നത് ഒഴിവാക്കണ്ട. അയ്യോ, അങ്ങനെ പറയണില്ല, കുറയ്ക്കുക. ശനൈഹി മെല്ലെ കുറയ്ക്കുക. ഒരു 10 സീരിയൽ കാണുന്നവർ 5 ആക്കുക.
വേണ്ടാന്ന് വെക്കേണ്ട പറ്റില്ല. ഒരു 5 എണ്ണാക്കി, 4 എണ്ണാക്കി, 3 എണ്ണാക്കി, പിന്നെ മെല്ലെ മെല്ലെ വേണ്ടാന്ന് വെക്കുക എന്നാണ്. ആവശ്യമില്ലാത്ത സംസാരം പറയണവരാണെങ്കിൽ മെല്ലെ മെല്ലെ കുറച്ച് വരിക. പലരെയും പറ്റിയും കുറ്റം ദിവസം പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നിർത്താൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവുക, ഭാവിയിൽ ദുഃഖം ഉണ്ടാവുക. ഗ്രാമ്യേഹോ പരമശനൈ നൃണാം വിപര്യേക്ഷ. ഒരു കാര്യത്തിനോട് നമുക്ക് മോഹം ഉണ്ടെങ്കിലേ അത് കൈ കിട്ടിക്കഴിഞ്ഞാലുള്ള അപകടത്തെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് അതിനോടുള്ള മോഹം പോവും എന്നാണ്. എന്തും ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം, വേണ്ടെന്നല്ല. പക്ഷേ വിപര്യവും കൂടി മനസ്സിലാക്കണം നല്ലതാണ്. അഥവാ തിരിച്ചായെങ്കിലോ എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്ന് കിട്ടിയാൽ ഇത് നഷ്ടപ്പെടും ചെയ്യൂട്ടോ എന്നൊന്ന് ധരിച്ച് വെക്കണം നല്ലതാണ്. ആണ് വിപര്യേക്ഷ. അങ്ങനെ ആകുമ്പോൾ വലിയ ഷോക്ക് ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ദിക്കിൽ പോയി നിൽക്കുമ്പോൾ അവിടെ വെടിക്കെട്ടുണ്ട് എന്ന് ആദ്യം അറിഞ്ഞാൽ നമുക്ക് എന്തില്ല, നമുക്ക് ഇങ്ങനെ തിരി കൊളുത്തുന്നത് കണ്ട് ഇങ്ങനെ കത്തി വരുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? പേടിയുള്ള ചമല്ലേ അവസാനം പൊട്ടുമ്പം അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് അറിയാത്ത ഒരാളാണ് അവിടെ പോയി നിൽക്കണമെന്ന് വെച്ചാലോ, അയാളത് കണ്ടില്ല, അയാൾ അങ്ങനെ നിന്നു, പെട്ടെന്ന് തിരി കൊളുത്തി അങ്ങനെ പൊട്ടേ പൊട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആദ്യം മനസ്സിലാക്കിയ ആൾക്ക് എന്തില്ല, അത്രയേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ പൊട്ടും. ഞാനായാലും നിങ്ങളായാലും നമ്മളുണ്ടാക്കിയ കാശാണെങ്കിലും ഒക്കെ പൊട്ടും എന്നാണ്. അത് ആദ്യം ഇങ്ങനെ മനസ്സിലാക്കി തരികയാണെന്ന് സപ്താഹമൊക്കെ അതാണ്. കഥകൾ ഇങ്ങനെ പറയും. കല്യാണം കഴിച്ച അപകടമായ കഥ, കുട്ടികളുണ്ടായ അപകടമായ കഥയൊക്കെ പറയുമ്പം ദ്വാരക മുങ്ങി എന്ന് പറയും. ഇനിയിപ്പോൾ കൃഷ്ണൻ്റെ ദ്വാരകയെ പിന്നെ നമ്മളെ ഇട്ടാവട്ടം വിപര്യേക്ഷ. മനസ്സിലാക്കൂ, ശാശ്വതമായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മരിക്കണതിൻ്റെ മുന്നേ അതാവാൻ ശ്രമിക്കുക. നരൻ നാരായണനാവുക, അത്രയും ഉണ്ടോ. ഈ ഒരു ഉപകരണം കിട്ടിയാൽ വേണ്ടതുപോലെ ഉപയോഗിക്കുക. വിപര്യേക്ഷ മൗനം. മിണ്ടാണ്ടിരിക്കുക പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക അല്ല. ചിലർ മിണ്ടാണ്ടിരിക്കും, ഉള്ളിലിങ്ങനെ കലപില മനസ്സേ. ചിലരുണ്ട് ഇന്ന് മൗനവ്രതമായിപ്പോയി, നാളെ ഞാൻ കാണിച്ചത് അതാണ്. അതല്ല, ഉള്ളിൽ അനക്കല്ല. ഇനി പുറമെ മിണ്ടിയാലും സാരമില്ല, ഉള്ളിൽ മൗനം. ആത്മവിമർശനം. എപ്പോഴും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുക, ബ്രഹ്മത്തെപ്പറ്റി ചർച്ച ചെയ്യുക. എന്താണ് ഈശ്വരൻ, എങ്ങനെയാണത്, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരീരമാണോ? ശരീരമാണെങ്കിൽ കയ്യോ കാലോ മൂക്കോ കണ്ണോ കിഡ്നിയോ ഹാർട്ടോ എന്തപ്പം ഞാൻ? ഇതൊക്കെ മാറി നിൽക്കുമ്പോഴും ഞാനുണ്ടല്ലോ. ഇല്ലേ, ഹാർട്ട് മാറ്റി വെക്കുന്നുണ്ട്, കയ്യ് മാറ്റി വെക്കുന്നുണ്ട്, ഇനി കയ്യ് മുറിച്ച് കളയുന്നുണ്ട്, എന്നിട്ട് ഞാനുണ്ടല്ലോ. എങ്ങനെ ചിന്തിക്കുക എന്നാണ് ആത്മവിമർശനം. അന്നാദ്യാദേഹേ സംവിഭാഗ. ആഹാരം കഴിക്കുമ്പോൾ കൊടുത്തിട്ട് കഴിക്കുക, ഇല്ലാത്തവർക്ക് കൊടുക്കണം. കഴിക്കണതിൻ്റെ മുന്നേ ചുറ്റും നോക്കണം, ഇല്ലെങ്കിൽ കൊടുത്തിട്ട് കഴിക്കുക. അത് മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും കൊടുക്കണം. നമ്മളെ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞ ജന്തുക്കളുണ്ടാവില്ലേ, അവർക്കും അവകാശപ്പെട്ട ഭൂമി. അവിടെയാണ് നമ്മൾ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി മതിലും കെട്ടി ഇനി ആർക്കും പ്രവേശനമില്ല എന്നൊക്കെ എഴുതി നമ്മൾ അവരുടെ ഒക്കെയാണത്. എട്ടുകാലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെയാണത്. അതുകൊണ്ട് ഇനി അവരെ വളർത്തണം എന്നല്ല പറയണത്. പക്ഷേ നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞ ജന്തുക്കൾ ഉണ്ടാവുമല്ലോ, പശു പൂച്ച, അതിനൊക്കെ കൊടുക്കണം, കൊടുത്തിട്ട് കഴിക്കുക. തേഷു ആത്മദേവതാ ബുദ്ധി. അതിലും തന്നെ കാണണം. എനിക്ക് വിശന്നാൽ എങ്ങനെയാണ്, അതുപോലല്ലേ ആ പൂച്ചയ്ക്കും, അതുപോലല്ലേ ആ നായയ്ക്കും. ദേവതാ ബുദ്ധി. ഇനി തന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഈശ്വരനെ കാണുക. അതിന് കൊടുക്കലും നിവേദ്യം തന്നെയാണ്. ഞാൻ ഈ കൊടുക്കുന്നത് നിവേദിക്കലാണ്. ആ പൂച്ച അത് കഴിച്ച് തന്നെ നോക്കുമ്പം അനുഗ്രഹിക്കുക, നീയും നിൻ്റെ കുടുംബം എന്നും സമാധാനമായിട്ടിരിക്കട്ടെ. അതാണ് ആ ആശയം, അതാണ് അതിൻ്റെ നോട്ടം, അതിൻ്റെ വാലാട്ടുന്നതൊക്കെ അതാണ് അർത്ഥം. തേഷു ആത്മദേവതാ ബുദ്ധി നിതരാം. ഇതൊക്കെ ഉണ്ട്. സുതരാം ഋഷുപാണ്ഡവ. എത്ര തിരക്കുണ്ടെങ്കിലും ധർമ്മപുത്രരെ നാരദ പറഞ്ഞു കൊടുക്കുക കേട്ടോ ധർമ്മപുത്രർക്ക്. ശ്രവണം കീർത്തനം ചാസ്യ സ്മരണം മഹതാം ഗതേഹ. എത്ര തിരക്കുണ്ടെങ്കിലും ഈശ്വര കഥകൾ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തണേ. കാരണം ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. ഇത്ര കേമനാണെങ്കിൽ ചിലപ്പോൾ അത് കേൾക്കൽ നിന്നാൽ വഴി അങ്ങോട്ട് തെറ്റും. ഏതെങ്കിലും വഴി പോയി പടുകൂടി ചെന്ന് ചാടും, ആയുസ് അങ്ങോട്ട് പോവും. ശ്രവണം, ഈശ്വര കഥകൾ കേൾക്കണം. കീർത്തനം, ഈശ്വര കഥകൾ പാടണം. സ്മരണം, നമ്മൾ കേൾക്കുക വേണ്ടു, ബാക്കി ഇങ്ങോട്ട് നടന്നോളും എന്നാണ്. കേൾക്കാനിരിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പം അത്രയും കൊണ്ട് ലിഫ്റ്റ് കയറി നമ്മൾ സ്വിച്ച് അമർത്തിയാൽ പിന്നെ അങ്ങോട്ട് പോവില്ലേ? പോകണമെന്ന് വിചാരിക്കണമെന്നുണ്ടോ? ഇല്ല. അതങ്ങനെ നില അങ്ങനെ മേലോട്ട് പോയിക്കോളും. നമ്മൾ വന്നിരിക്കുക, പിന്നെ സംഭവിക്കേണ്ടത് സംഭവിച്ചോളും. ഭഗവത് സ്മരണ ഉണ്ടാവും. സേവേജ്യാവനതിർദാസ്യം സഖ്യം ആത്മസമർപ്പണം. അതങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ആത്മസമർപ്പണത്തിലേക്ക് എത്തിക്കും. ഈശ്വരന് വേണ്ടി എല്ലാം സമർപ്പിക്കുക, സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിതം നയിക്കേണ്ടത്. എത്ര സ്പഷ്ടമായിട്ട് പറഞ്ഞു അല്ലേ? എത്ര 30 എണ്ണം കഴിഞ്ഞപ്പം 30 സാമാന്യ ധർമ്മങ്ങളാണ് പറഞ്ഞത്.
ഇതെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിലബസിൽ വരണം, സ്കൂളിലെ പഠിപ്പിക്കണം. ഇതിൻ്റെ വ്യാഖ്യാന സഹിതം അങ്ങനെ ഇത്രയേ വേണ്ടൂ. ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും, എല്ലാ വർണ്ണത്തിലുള്ളവരും. അപ്പോഴാണ് ചോദ്യം, വർണ്ണധർമ്മങ്ങൾ ആശ്രമധർമ്മങ്ങൾ അങ്ങനെയല്ലേ? ഉണ്ട്. വർണ്ണം എന്ന് പറഞ്ഞ അർത്ഥം വൃണ് വരണ എന്നുള്ള ധാതുവിൽ നിന്നാണ് വർണ്ണം എന്നുള്ള പദം ഉണ്ടായത്. വരിക്കാവുന്നത് എന്ന് പറഞ്ഞാൽ നേടിയെടുക്കാവുന്നത്. ജന്മം കൊണ്ടുള്ളതാണോ? അല്ല. ഗുണകർമ്മ വിഭാഗശ, ഗീതയിൽ തന്നെ പറയുമല്ലോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ നേരെ പുറപ്പെടുന്നത്. എന്നാൽ സൃഷ്ടമായതാണെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അങ്ങനെ പറഞ്ഞ അർത്ഥം കൃഷ്ണൻ ഉണ്ടാക്കിയെന്നല്ല. അപ്പോൾ കൃഷ്ണൻ്റെ മുന്നെയോ കൃഷ്ണൻ ഉണ്ടാക്കിയെന്നല്ല. മയാ സൃഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. അതാണ്. അതില്ലാണ്ടേക്കാൻ ആർക്കും പറ്റൂല. ഈ വർണ്ണത്തെ ജാതിയായിട്ട് തെറ്റിദ്ധരിച്ചതാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടായത്. ജാതിക്ക് പ്രാധാന്യം ഇല്ല എന്നും പറയണില്ല കേട്ടോ, ഉണ്ട്, പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇതുപോലെ ചോദിച്ചാൽ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? ഭാഗവതം വായിക്കുന്ന ആളുടെ മകന് ഭാഗവതം വായിക്കാനുള്ള സാധ്യതയുള്ളൂ, വായിച്ചോളം ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതുപോലെ ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനാവാനുള്ള സാധ്യത ഉണ്ട്, ആയിക്കോളം ഉറപ്പൊന്നുമില്ല. ശൂദ്രൻ്റെ മകൻ ശൂദ്രനാവാനുള്ള സാധ്യത ഉണ്ട്, ആയിക്കോ, ചിലപ്പം ബ്രാഹ്മണനായിരുന്നു വരാം. അതാ പറയണത്. വരിക്കാവുന്നതാണ്, നേടിയെടുക്കാവുന്നതാണ്. ജന്മം കൊണ്ട് എവിടെയോ ആവട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് കേൾക്കണതെങ്കിൽ, ലെവലേശം ഉറക്കമില്ലാതെ നിവർന്നിരുന്ന് ശ്രദ്ധിച്ച് താല്പര്യത്തോടു കൂടിയാണ് കേൾക്കണതെങ്കിൽ ഉറപ്പിച്ച് പറയാം, അങ്ങനെ കേൾക്കണവരൊക്കെ ആരാ? ബ്രാഹ്മണരാ. കാരണം അവർക്കാണ് ശാസ്ത്രങ്ങളൊക്കെ കേൾക്കാനുള്ള താല്പര്യം കൂടുതലുണ്ടാവുക. അത്രയേ ഉള്ളൂ. സത്വഗുണം കൂടുതലുള്ളതുകൊണ്ടാണ്. സത്വം പ്രസാദാത്മകം. എപ്പോഴും ഒരു പ്രസാദം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ശ്രദ്ധിച്ച് അങ്ങനെ കേൾക്കും, അറിവിനോട് താല്പര്യം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. പറ്റുമോ? എല്ലാവരും ഇത് ശ്രദ്ധിക്കും, എണീറ്റ് നിൽക്കും എന്നൊക്കെ അതൊക്കെ സ്കൂളിലൊക്കെ പറയാം. സത്താഹവേദിയിൽ വന്നിട്ട് അത് പറ്റില്ല. എല്ലാവർക്കും അങ്ങനെയല്ല. മെല്ലൊക്കെ വന്നിരിക്കുക, സാവധാനം ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ഉയർന്നോളും. അപ്പോൾ എല്ലാം നല്ല തന്നെയാണ്. സത്വഗുണം വർദ്ധിച്ചാൽ അവരെ ബ്രാഹ്മണരായിട്ട് കണക്കാക്കാം എന്ന് കരുതി രജോ ഗുണം തമോ ഗുണം ഇല്ല എന്നല്ല, ഒക്കെ ഉണ്ടാവും, പക്ഷെ അത്രയ്ക്ക് ഉണ്ടാവില്ല. കൂടുതലും എന്താണ്? സത്വഗുണം. അവർ ദാനം ചെയ്യും, കൊടുക്കും, വാങ്ങും, ശാസ്ത്രം പഠിക്കും, പഠിപ്പിക്കും. ഇതൊക്കെയാണ് അവരുടെ ഏർപ്പാട്. ചുരുക്കി പറഞ്ഞാൽ നല്ല അധ്യാപകനാണെങ്കിൽ അയാൾ ആരാ? നല്ല അധ്യാപകനാണെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ്. ഇനി ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൈക്കരുത്താ കൂടുക, ശക്തി നല്ലോണം ഉണ്ടാവും. ബുദ്ധിപ്പം ബ്രാഹ്മണൻ്റെ അത്ര ഉണ്ടായിക്കോളുന്നില്ല. രജോ ഗുണമാണ് വർദ്ധിക്കുക. അവർ കർമ്മം ചെയ്യാനാണ് ഉത്സാഹിക്കുക. അതും വേണം, വേണ്ടേ? അതിന് രജോ ഗുണം ആവശ്യമാണ്. അപ്പം തന്നെ ആ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നില്ല. അത് രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് ഉണ്ടാവുക. നല്ല പട്ടാളക്കാർ വേണ്ടേ? അധ്യാപകർ മാത്രം ലോകത്തുണ്ടെങ്കിൽ കാര്യം നടക്കുമോ? ആരും വേണം, പട്ടാളക്കാർ ആവശ്യമാണ്. പലരും നമ്മളുടെ നേരെ എതിർക്കുമ്പം അവരെ പ്രതിരോധിക്കാൻ ആളുകൾ വേണ്ടേ? ആവശ്യമാണ്. അപ്പോൾ പട്ടാളവും ആവശ്യമാണ്. നല്ല പട്ടാളക്കാരാണെങ്കിൽ നമുക്ക് ക്ഷത്രിയരായിട്ട് കണക്കാക്കാം. അവർക്ക് രജോ ഗുണമാണ് കൂടുക, സത്വഗുണം തമോ ഗുണം ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കും. ഇനിയോ രജോ ഗുണം തമോ ഗുണം വർദ്ധിച്ചാൽ വൈശ്യന്മാരായിട്ട് പറയും. നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. അടുത്തിരിക്കുന്ന ആളെ ഇത് കൂട്ടത്തിലെ നോക്കാനല്ല, സ്വയം വിലയിരുത്തുക. ഞാൻ ഇതിലാ പെടുക, എനിക്ക് കച്ചവട ബുദ്ധിയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ വൈശ്യനാണ്. തെറ്റൊന്നുമില്ല, അത് ആവശ്യമാണ്. ലോകത്തിന് അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ കച്ചവടം വേണം. ദൂരത്തുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കും, നമ്മളുടെ അടുത്ത് 2 റുപ്യ അധികം വാങ്ങും, നമുക്ക് ലാഭമാണ്. നമുക്ക് അവിടെ പോകണമെച്ചാൽ 10 റുപ്യ കൊടുക്കണം, ഇയാൾക്കാകുമ്പോൾ 2 റുപ്യ കൊടുത്താൽ കാര്യം കിട്ടി. തെറ്റൊന്നുമില്ല. കൃഷി, വാണിജ്യം, ഗോരക്ഷ ഇതൊക്കെയാണ് വൈശ്യന്മാരുടെ സ്വഭാവം, തെറ്റല്ല. പിന്നെയോ ശൂദ്രന്മാർ എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ് കൂടുക, മറ്റു ഗുണങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. ഒരാൾ പറഞ്ഞാൽ അത് അനുസരിക്കാൻ തയ്യാറാണ്, അവർക്കായിട്ട് ചിന്തിക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ളവർ നമ്മളെ കൂട്ടത്തിലല്ലേ? ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, പക്ഷെ ഒരാൾ പറഞ്ഞാൽ ചെയ്യാം. എനിക്കൊന്നും അറിയില്ല, പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങനെ പണിയെടുത്തോളാം. ഈ സ്വഭാവമുള്ളവരാരാ? ശൂദ്രന്മാരാണ്. അവൻ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കണം എന്നില്ല. ശാസ്ത്രമൊക്കെ പഠിച്ച് ഉയരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉയർന്നു വരാം, ബ്രാഹ്മണനാവാം, ബ്രാഹ്മണനോ ശൂദ്രനാവാം, ഇതൊന്നും പ്രശ്നമില്ല. ഇടക്കാലത്ത് എന്താ ഉണ്ടായി ചോദിച്ചാൽ ഇത് ജാതിയായിട്ട് തെറ്റിദ്ധരിച്ചു, അതിൻ്റെ മുകളിലാണ് പിന്നെ പ്രശ്നങ്ങളൊക്കെ. അതിലൊന്ന് കേമ എന്ന് പറയാൻ തുടങ്ങി. ഒന്ന് കേമം, മറ്റത് മോശം, അടുത്തത് കുറച്ചുകൂടി മോശം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായി? പ്രശ്നമായി. ഇതൊക്കെ കട്ടിലിൻ്റെ കാല് പോലെ 4 ആവശ്യമാണ്. കട്ടിൽ ഒരു കാല് മാത്രമായാലോ പറ്റുമോ? വേദം തന്നെ പറയണത് എന്താ? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത. ബ്രാഹ്മണൻ ഭഗവാന്റെ മുഖാന്ന് പറഞ്ഞു. മുഖം കേമല്ലേ? അതെ. എന്താ സംശയം? ഭഗവാന്റെ മുഖം കേമാണ്. രാജാവ് ക്ഷത്രിയനാരാണ്? കയ്യ് ആരുടെ? ഭഗവാന്റെ കയ്യ് മോശ? സംശയമുണ്ടോ?
ഭക്തന്മാർക്ക് സംശയമില്ല, കയ്യും മുഖം പോലെ തന്നെ കേമാണ്. ഊരു തദസ്യത് വൈശ്യ, വൈശ്യന്മാരാരാ? ഭഗവാന്റെ തൊടയാണ്. തൊട മോശ? നിൽക്കണമെങ്കിൽ തൊട വേണ്ടേ? നമുക്ക് നിൽക്കണമെങ്കിൽ വൈശ്യന്മാർ ആവശ്യമാണ്. പദ്ഭ്യാം ശൂദ്രോ അജായത, വേദാണ്. കാലിൽ നിന്നാണ് ഈ ശൂദ്രന്മാരുണ്ടായത്. ഭഗവാന്റെ പാദം ശൂദ്രനാണ്. ഭഗവാന്റെ പാദം എന്താ മോശമാണോ? ഭഗവാന്റെ പാദമാണ് യോഗീശ്വരന്മാർ ഹൃദയകമലത്തിൽ ധ്യാനിക്കുന്നത്. അങ്ങനെയല്ലേ പട്ടരിപ്പാട് പറയണത്? യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. അധിക സുമധുരം തലയ്ക്കല്ല, മുഖത്തിനല്ല, കൈയിനല്ല. അത് ഭഗവാന്റെ പാദമൂലം. പാദം മോശമാണോ? അല്ല. ഭഗവാന്റെ ആയതുകൊണ്ടൊക്കെ കേമാണ്. പരസ്പരം ബഹുമാനിച്ച് സഹകരിച്ച് എല്ലാ വർണ്ണങ്ങളും കഴിയുകയാണ് വേണ്ടത്. അതാണ് വർണ്ണധർമ്മം. ഇനി മറ്റൊന്നാണ് ആശ്രമധർമ്മം. ആശ്രമം എന്ന് പറഞ്ഞാൽ ഒക്കെ ആശ്രമം തന്നെയാണ്. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ജീവിതത്തെ നമ്മൾ ഒരു ചിട്ടയോടുകൂടി വിഷമല്ലാതെ ഒരു 100 വർഷം നമുക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് പറയുക, ശതായുർവൈ പുരുഷ. ഒരു മനുഷ്യൻ 100 വർഷം വരെ ജീവിക്കും കയറി വന്നാൽ. അത് നമുക്കും കുഴപ്പമില്ല, ലോകർക്കും കുഴപ്പമില്ലാണ്ട് സമാധാനമായിട്ടിരിക്കണമെങ്കിൽ അതിനൊരു ചിട്ട. അതാണ് ആശ്രമധർമ്മം. 100നെ 4 ഭാഗിച്ചാൽ 25, 25, 25, 25. എളുപ്പത്തിന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയട്ടോ. 4 കഷ്ണമായില്ലേ? 25, 25, 25, 25. ആദ്യത്തെ 25 വയസ്സ് വരെ ബ്രഹ്മചര്യ ആശ്രമമായിട്ട് കണക്കായിക്കോളൂ. ഒരു 6-7 വയസ്സ് കഴിഞ്ഞാൽ ഉപനയനം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പറ്റി മനസ്സിലാക്കാൻ അറിയാൻ ഈ ജന്മം എന്തിനു കിട്ടി, അത് വേണ്ടതുപോലെ ഉപയോഗിക്കണ്ടേ? അതിനു വേണ്ടി നല്ല ഗുരുനാഥൻ്റെ അടുത്ത് പോയി തൊഴുത് നമസ്കരിച്ച് വിനയത്തോടു കൂടി ശാസ്ത്രം പഠിക്കുന്ന കാലം, അതാണെന്ത്? ബ്രഹ്മചര്യ ആശ്രമം. സ്കൂളിൽ പോണ കാലം എന്ന് കൂട്ടിക്കോളൂ. പക്ഷെ ഇന്നത്തെ പഠിപ്പ് വ്യത്യാസമുണ്ട്. പണ്ട് വേണ്ടത് പഠിപ്പിക്കുക, ആത്മജ്ഞാനം, തന്നെ പറ്റിയുള്ള അറിവ്. അങ്ങനെ ശാസ്ത്രം ശ്രദ്ധിച്ച് പഠിക്കുന്ന കാലത്തിനാണ് എന്ത് പറയുക? ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുക. അത് വേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാലോ പിന്നെ ഗൃഹസ്ഥ ജീവിതം നയിക്കാം. തനിക്ക് ചേർന്നൊരു കുട്ടിയെ സദൃശീം ഭാര്യാം, ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുകയാണ്. എന്തിനാപ്പം ബ്രഹ്മചര്യാശ്രമം? എന്തിനാ ശാസ്ത്രമൊക്കെ പഠിച്ചത്? ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ആശ്രമമല്ല. ഗൃഹസ്ഥന്മാർക്കറിയാലോ, ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് കഴിയുക പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കഴിഞ്ഞു കൂടണം വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ അഭ്യസിക്കലായിരുന്നു ഇവിടെ ആ ബ്രഹ്മചര്യ ആശ്രമത്തിലെ. ശാസ്ത്രമൊക്കെ വേണ്ടതുപോലെ പഠിച്ച് വകതിരിവോട് കൂടി എങ്ങനെയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നേരിടുക എന്നൊക്കെ മനസ്സിലാക്കിയൊരു വ്യക്തി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചാലും അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അറിയാം എന്ത് വേണം, എങ്ങനെ വേണമെന്ന് വ്യക്തമായിട്ട് നിശ്ചയുണ്ട്. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്നു. അതുകൊണ്ടാണ് പത്നിക്ക് പറയുന്ന പേരെന്താ? ഭാര്യ എന്നൊക്കെ പിന്നെ പറയണതാണ്. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. എന്താ പറയാറ്? സഹധർമ്മിണി എന്നാണ്. മന്ത്രം തന്നെ ഉണ്ട്. കൈ പിടിക്കുമ്പോൾ എന്താ ജപിക്കുക? സഹധർമ്മശ്ചര്യതാം. നമുക്ക് ഒരുമിച്ച് ധർമ്മം അനുഷ്ഠിക്കാം എന്നാണ്. നമുക്ക് ഒരുമിച്ച് പാർക്കിലും ബീച്ചിലും പോവാം എന്നല്ല. പോയിക്കോളൂ, പോണ്ടാന്നല്ല. പക്ഷെ പ്രധാനം എന്താണ്? ധർമ്മം അനുഷ്ഠിക്കുക. എന്നെ ധർമ്മം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നവൾ സഹധർമ്മിണി. രണ്ടുപേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാണ്? ധർമ്മം അനുഷ്ഠിക്കുകയാണ്. പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കുക. അച്ഛനും അമ്മയും ശുശ്രൂഷിക്കണം, നോക്കണം, സൽസന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അവരെ നേരാവണ്ണം വളർത്തണം, അവർക്ക് ലോകത്തിന് ഉപകാരം ചെയ്യണ്ടേ, ആ പാകത്തിന് അവരെയും ഒരുക്കുക. ഇതൊക്കെയാണ് എന്ത്? ഇതാണ് ഗൃഹസ്ഥധർമ്മം. കുറച്ചങ്ങനെ പോകുമ്പോഴോ അത് വേണ്ടതുപോലെയാണ് അനുഷ്ഠിക്കേണ്ടതെങ്കിൽ കുറച്ചങ്ങനെ പോയി ഉള്ളിലുള്ള കാമവാസനയൊക്കെ തീരും എന്നാണ്. കാരണം ന്യായമായിട്ട് കാമം അനുഭവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? പിന്നെ ഒന്നും വേണമെന്നില്ല, അതിന് വിരക്തി വരും. വിരക്തി വന്നു, സന്യസിക്കാൻ അങ്ങോട്ട് ആയിട്ടുമില്ല, അത്രയ്ക്ക് എത്തിയിട്ടുമില്ല, എന്നാൽ വിരക്തി ഉണ്ട് താനും. അപ്പം പിന്നെ വാനപ്രസ്ഥാശ്രമം. ഒരു 50 കഴിഞ്ഞാൽ പിന്നെന്താ? പകുതി കഴിഞ്ഞു കിട്ടും 100ൻ്റെ. പിന്നെ കയറ്റല്ല, കഴിഞ്ഞു ഇതാണ്. അപ്പോൾ ഒന്ന് കരുതണം. പിന്നെ എന്ത് ചെയ്യണം? വാനപ്രസ്ഥനാവണം. വനത്തിലേക്ക് ഇറങ്ങുക, കാട്ടിലേക്ക് പോവുക. കാടുണ്ടോ ഇതിന്? എന്നാൽ കാട്ടിൽ പോകണ്ട, വീട്ടിലിരുന്നോളൂ. ഏതുപോലെ? ഗൃഹേഷു അതിഥി വസേത്. ഒരു അതിഥിയെ പോലെ വീട്ടിൽ കഴിയുക. വല്ലാണ്ട് ഇടപെടരുത്. പേരക്കുട്ടോടൊന്നും വല്ലാണ്ട് ലോകത്തിന് പോകരുത്. മക്കളാണെങ്കിലും വല്ലാണ്ട് മിണ്ടാൻ പോകണ്ട, വല്ലാണ്ട് ചിരിക്കാനൊന്നും പോകരുത്. ഇങ്ങനെ അതിഥികളെ വീട്ടിൽ പോയി നമ്മൾ വല്ലാണ്ട് ഇടപെടുമോ? അവിടെ ഫാൻ കറങ്ങണ്ട, നമ്മൾ പോയി ഓഫാക്കുമോ? അതവിടെ കറങ്ങട്ടെ, അയാൾ വേണിച്ചോ, അത്രയേ ഉള്ളൂ. നമ്മൾ അതിഥിയായിട്ട് വന്നതാണ്. വല്ലാണ്ട് ഇടപെടില്ല. അദ്ദേഹം വെള്ളം തന്നാൽ കുടിക്കും, ചുടുവെള്ളം വേണോ ചോദിച്ചാൽ എന്നായിക്കോട്ടെ പറയും, കാപ്പിയോ ചായ ചോദിച്ചാൽ പറയും, ഇല്ലെങ്കിൽ പറയില്ല. ഇങ്ങനെ വീട്ടിലാണെങ്കിലും ഒന്നും ഇടപെടാതെ അവരോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുകയാണ്. എൻ്റെ എന്നുള്ള ഭാവം കുറച്ച് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് എന്ത് വന്നു ചേരും? സന്യാസം വന്നു ചേരും.
കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു. എടുത്തണിയണമെന്നില്ല, എല്ലാവർക്കും ഇപ്പം കാവ്യം എടുക്കാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ മനസ്സ് കാവ്യം മുക്കാലോ അല്ലേ? അതെങ്കിലും മുക്കും. ഇപ്പം രമണ മഹർഷി സന്യസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ രാമകൃഷ്ണദേവൻ സന്യസിച്ചു. പക്ഷെ മനസ്സ് കാവ്യം മുക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യേണ്ടതാ. കുറച്ചു കാലം അങ്ങനെ ഈശ്വരനെ ഭജിച്ചും കൊണ്ട് ആശ്രയിച്ചും കൊണ്ടാണ് ഈ നിഷ്ഠയോട് കൂടിയാണ് കഴിയുന്നതെങ്കിൽ കുറച്ചു കാലം കണ്ട് കഴിയുമ്പോഴേക്ക് എന്ത് വന്നു ചേരും? സന്യാസം ഇങ്ങോട്ട് വന്നു ചേരും. നമ്മളായിട്ട് കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട, തന്നാലെ പോയിക്കോളും. ഏതുപോലെ? ശങ്കരാചാര്യർ പറയാം, ആചാര്യസ്വാമികൾ പറയും, കഷണ്ടിക്കാരൻ്റെ മുടി കൊഴിയും പോലെ എന്നാണ്. മുടി എടുത്ത് പറിച്ച് കളയല്ല, അതങ്ങനെ പോണു, നമ്മളറിയില്ല. നമ്മളുടെ താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു, ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞേ, നമ്മൾ ബലമായിട്ട് ഇല്ലാണ്ടാക്കുമ്പോൾ അല്ലേ വിഷമമുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം അങ്ങനെ ചായ വേണമെന്നില്ല എന്നാണ്. പണ്ട് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ചൂട് ദോശയൊന്നും അല്ലെങ്കിൽ ദേഷ്യം വരരുത്. ഇപ്പം തണുത്തതായാലും കുഴപ്പമില്ല, ചൂടായാലും ഇല്ലെങ്കിലും പ്രശ്നം. അങ്ങനെ നമ്മൾ മനഃപൂർവ്വമല്ല, ബലം പിടിച്ചിട്ടല്ല, അങ്ങനെ ആയി വരികയാണ്. ഇതുപോലെ മെല്ലെ 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 കർമ്മങ്ങൾ നമ്മളെ വിട്ടുപോയിക്കോളും. അപ്പം കൃതാർത്ഥത അനുഭവിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. ഇതാണ് സന്യാസാശ്രമം. ഇങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ ഇവിടെ. അതിനല്ലേ മനുഷ്യനായത്, അല്ലെങ്കിൽ മൃഗായാൽ പോരെ, പന്നിയായാൽ പോരെ, പോത്തായാൽ പോരെ, പുഴുവായാൽ പോരെ. അപ്പം അതിനൊക്കെയാണ് ജന്മം കിട്ടിയത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിയുന്നതെങ്കിൽ ഇതുപോലൊരു ഭക്തി നമുക്ക് ഉണ്ടാവും. പ്രഹ്ലാദനെ പോലെ ഭക്തി. ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഭ്രഷ്ടനായി പോയാലോ പേടിക്കൊന്നും വേണ്ട. അടുത്ത ജന്മത്തിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ പാകത്തിനുള്ള ജന്മം കിട്ടും. അവിടുന്ന് ഇതേപോലെ ഉയരാൻ സാധിക്കും എന്നാണ്. മറ്റു കർമ്മങ്ങൾ അങ്ങനെയല്ല. ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയ പിന്നെ ആദ്യം തുടങ്ങണം, വേണ്ടേ? ചെടി കൊണ്ടുവന്ന് കുഴിച്ചിട്ടു, നനച്ചില്ല, വാടിപ്പോയി, ഇനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞു, അതിൻ്റെ കഥ കഴിഞ്ഞു. പക്ഷെ ഈ വക കാര്യങ്ങൾ അങ്ങനെയല്ല. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ധർമ്മത്തിൻ്റെ പ്രത്യേകത സ്വല്പമാണെങ്കിലും, ഇപ്പം കുറച്ചു നേരം കേട്ടു, ഇടയ്ക്കൊക്കെ ഉറങ്ങിപ്പോയി, ചിലർക്ക് സങ്കടം ഉണ്ടാവും, അയ്യോ ഉറങ്ങിപ്പോയി, 10 മിനിറ്റ് കേട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് ഉറങ്ങി, പിന്നെ സർവത്ര എന്ന് പറഞ്ഞപ്പോഴേ എണീറ്റുള്ളൂ. കുഴപ്പമില്ല, ആ കേട്ടത് അവിടെ ഉണ്ടാവും, അതില്ലാണ്ടി ആവില്ല. ഇനി അതിൻ്റെ ബാക്കി മതി അടുത്ത സത്രത്തിൽ കേൾക്കുക, അത്രയേ വേണ്ടൂ. ആ കേട്ടതൊരിക്കലും പോവില്ല. ഇനി ഇടയ്ക്ക് വെച്ചും മരണം സംഭവിച്ചാലും പേടിക്കേണ്ട. ഇതിൻ്റെ ബാക്കി അനുഷ്ഠിക്കാൻ പാകത്തിനുള്ള കുലത്തിൽ വന്ന് പറക്കും, നല്ല സാഹചര്യം ഉണ്ടാവും, പിന്നെ എന്തിനാ വിഷമിക്കുന്നു? അതുകൊണ്ട് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക, ഈ വഴിയിൽ സഞ്ചരിക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് സനാതനധർമ്മം. വർണ്ണധർമ്മങ്ങളെപ്പറ്റിയും ആശ്രമധർമ്മങ്ങളെ പറ്റിയൊക്കെ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആര്? നാരദ മഹർഷി. ഇതോടുകൂടിയാണ് ആ സപ്തമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. പിന്നെ അഷ്ടമസ്കന്ധമൊക്കെയാണ് നമ്മുടെ വിഷയം. ഇവിടെ സമർപ്പിക്കുകയാണ് ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ. ഈ പറഞ്ഞ വാക്കുകളൊക്കെ സജ്ജനങ്ങളുടെ, ഗുരുനാഥന്മാരുടെയൊക്കെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.